വയനാട് സൂചിപ്പാറ കാന്തൻപാറ വനമേഖലയിൽ കണ്ടെത്തിയ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. തിരച്ചിൽ നടത്തിയ സംഘം വനത്തിൽ ഇപ്പോഴും തുടരുകയാണ്. സൂചിപ്പാറ പരപ്പംപാറ എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ കഴിഞ്ഞൊരു 4 ദിവസം മുന്നേ ഞങ്ങൾ ഇതുവരെ സൂചിപ്പാറ വഴി വന്നിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുന്ന് കണ്ട് കടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയത്. ഇന്നിപ്പോൾ ഞങ്ങൾ വാളത്തൂർ വഴി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പരപ്പംപാറ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഒരു 4 ബോഡികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ എന്താ പറയുക എടുക്കാനുണ്ട്, തിരയാനുണ്ട്. ഇവിടെ പോയിട്ട് ബോഡികൾ ഇനി ഉണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഫുള്ളായിട്ടുള്ളതുണ്ട്. പക്ഷേ കുറച്ച് ടാസ്ക്കാണ് അത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ സൂചിപ്പാറയിൽ നിന്നും അത് എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അതിൽ എങ്ങനെയാണ് ഇനി അടുത്ത നടപടികൾ? പ്രജിൻ, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് തെരച്ചിൽ സംഘം ഈ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. പരപ്പൻപാറ എന്ന് പറയുന്ന പ്രദേശമാണിത്. അതായത് സൂചിപ്പാറയിൽ നിന്നും കാന്തൻപാറ വെള്ളച്ചാട്ടം, കാന്തപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയായാണ് ഈ പരപ്പൻപാറ എന്ന് പറയുന്ന മേഖല. പൂർണ്ണമായും വനമാണ്, ചെങ്കുത്തായ വനമേഖലയാണ്. അവിടേക്കാണ് ഈ തെരച്ചിൽ സംഘം ഇന്ന് രാവിലെ എത്തിയത്. 10 മണിയോടുകൂടി മൃതദേഹം കാണാൻ കഴിഞ്ഞു. അതായത് വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന നിലയിലാണ് ശരീരഭാഗങ്ങൾ. അതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നടുക്കം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ്. കാരണം അത്രമാത്രം ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്. അതിന്റെ ഭാഗത്തേക്ക് അടുക്കാൻ പോലും കഴിയുന്നില്ല. അത് കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അത് കൃത്യമായ രീതിയിൽ ബാഗിലാക്കി പാക്ക് ചെയ്യുന്ന നടപടി പൂർത്തിയായിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ സ്വാഭാവികമായി ഹെലികോപ്റ്റർ എത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഈ തെരച്ചിൽ നടത്തിയ സംഘത്തിനുള്ളത്. അവർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിനെയും മറ്റു വിഭാഗങ്ങളെയും തന്നെ അറിയിച്ചിരുന്നു. തുടരുക. ഇപ്പോൾ ഈ തിരച്ചിൽ സംഘത്തിലുള്ള ഷാനവാസ് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഷാനവാസ്, ഈ മൃതദേഹ ഭാഗങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, അത് എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രതിസന്ധി. അപ്പോൾ അത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും ഇനി അത് അവിടെ നിന്ന് മാറ്റി കൊണ്ടുവരാൻ സാധിക്കുക? അത് നമ്മൾ ഈ പരപ്പംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് എയർലിഫ്റ്റ് അല്ലാണ്ട് നമുക്ക് ചുമന്നുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് നമുക്ക് ഈ ബോഡി കുറച്ച് പഴകിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയാ CP കിറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തൊടാൻ പറ്റില്ല. അപ്പൊ ഒരു കോലത്തിലാണ് സംഭവം ഉള്ളത്. അപ്പോൾ എയർലിഫ്റ്റ് ഇപ്പൊ മാർഗമുള്ളൂ. അപ്പോൾ നമ്മള് അതിനുവേണ്ടി 9 മണിക്ക് 10 മണിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് അതിനുള്ള സംവിധാനം ഇവിടെ എത്തിയിട്ടില്ല. ഈ ഷാനവാസ്, ഇതിൽ ഈ ശരീരഭാഗങ്ങളാണോ എല്ലാം കിട്ടി, അല്ലെങ്കിൽ ഇവിടെ തിരച്ചിൽ കണ്ടെത്തി എന്ന് പറയുന്നത്, അല്ല മൃതദേഹങ്ങൾ ആയിട്ടാണോ? അതെ, 3 മൃതദേഹം കറക്റ്റ് ആയിട്ടുണ്ട്. ബാക്കി പകുതിയാണ്. ഒരു 2 ഫുള്ളായിട്ടുണ്ട്. ഒന്ന് ഒരു കാലാണുള്ളത്, പിന്നെ ഒരു ശരീരത്തിന്റെ പകുതി ഭാഗമാണുള്ളത്. ഇതിപ്പോ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ആ ഭാഗത്തായിട്ടാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? അതെ, സൂചിപ്പാറന്റെ നേരെ താഴെയാണുള്ളത്. അത് കാന്തൻപാറന്ന് വരുന്ന വെള്ളവും സൂചിപ്പാറന്ന് വരുന്ന വെള്ളത്തിന്റെ ജോയിന്റിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ പരപ്പൻപാറ എന്ന് അങ്ങോട്ട് പറയാൻ ഞങ്ങൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ജിതിൻ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഓഫീസർക്ക് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ അവിടേക്ക് നടന്നെത്തി അങ്ങനെയാണോ തെരച്ചിൽ നടത്തിയത് ആ മേഖലയിൽ? അതായത് നമ്മള് മിഞ്ഞാന്ന് ഇതിലെ വന്നതാണ്. സൂചിപ്പാറ വഴി നേരെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു പാറ നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയതായിരുന്നു. നമുക്ക് ഇവിടെ സാധ്യത ഉള്ളത് നമുക്ക് അറിയായിരുന്നു. കാരണം ഇങ്ങോട്ട് അധികം ആളുകൾ എത്തൂല എന്നുള്ളത്, തിരയാൻ എത്തൂല എന്നുള്ളത് അറിയാം. അങ്ങനെ ഞങ്ങൾ വാളത്തൂര് വഴിയാണ് ഇന്ന് താഴോട്ടേക്ക് ഇറങ്ങിയത്. പേര് അലിയാണ്. അലി, യെസ്. അലി, അപ്പം അന്ന് എത്താൻ പറ്റാത്ത ഒരിടത്തേക്കാണ് ഇപ്പോൾ എത്തിയത്. അപ്പോൾ അത് ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിന്റെ താഴത്തെ ഭാഗത്താണ്, ഒരു പാറയുടെ ഇടുക്കിലാണെന്ന് പറയുന്നു. അതിൽ 4 മൃതദേഹങ്ങൾ എന്ന് ഏതാണ്ട് ഉറപ്പിക്കാം അല്ലെ? 2 മൃതദേഹങ്ങൾ പൂർണ്ണമായ രീതിയിൽ തന്നെ ഉണ്ട്, മറ്റു ശരീരഭാഗങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. ഇനിയും ഇവിടെ തിരയാനുള്ള സ്ഥലങ്ങളുണ്ട് താഴോട്ടേക്ക്. ദുഷ്കരമാണോ അവിടെ ഈ തെരച്ചിൽ നടത്തുക എന്നുള്ളത്? ഇപ്പോൾ അവിടെ എത്തി പാറക്കെട്ടുകളിലൂടെ നടന്ന് അല്ലെങ്കിൽ ഇഴഞ്ഞൊക്കെ ഇറങ്ങി വേണം അവിടെ എത്താൻ. അപ്പോൾ അത് അവിടേക്ക് എത്തിച്ചേരുക, പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുക, അത് ദുഷ്കരമാണല്ലേ? അതായത് നമ്മൾ ഇങ്ങോട്ട് നടക്കുക ഒരു 3 മണിക്കൂർ ഇറങ്ങാനുണ്ട്. 3 മണിക്കൂർ കഴിയുമ്പോ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുവരെയായിട്ട്. ഇനിയിപ്പോ ഈ സമയമായതുകൊണ്ട് ഇനി നമുക്ക് തരാൻ പറ്റില്ല. നാളെ ആണെങ്കിൽ നമ്മളവിടെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോ സർക്കാർ സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തിരയാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അല്ല, ഇപ്പൊ എത്ര പേരുണ്ട് സംഘത്തില്? നമ്മളിപ്പോ 8 ആളാണത്.
ചാമ്പ്യൻസ് ക്ലബ്ബും CBIന്റെ 2-3 പ്രവർത്തകരായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരി, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ മൃതദേഹ ഭാഗങ്ങൾ അത് അവിടുന്ന് തീരെ മാറ്റാതെ അവിടെ തന്നെ കിടക്കണോ? തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അവിടെ കണ്ടെത്തി? തിരിച്ചറിഞ്ഞ് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ കാണാൻ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, എടുക്കാം. പക്ഷെ PP കിറ്റ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു കോലത്തിലാണുള്ളത്. ശരി, അപ്പൊ ഈ അധികൃതരുടെ അറിയിച്ച ശേഷം എന്തെങ്കിലും റെസ്പോൺസ് വന്നോ, റിപ്ലൈ വന്നോ? അത് 2-3 പ്രാവശ്യം ഹെലികോപ്റ്റർ മോൾ കൂടെ പോയി. പക്ഷെ ആ സമയത്ത് കുറച്ച് കോടയൊക്കെ ഉള്ളതുകൊണ്ട് താഴോട്ടേക്ക് ബുദ്ധിമുട്ടാണ് കാണല്. അപ്പോൾ നമ്മളിപ്പോ കുറച്ച് മരങ്ങളൊക്കെ വെട്ടി ഇതൊക്കെ ഇട്ടുകൊടുത്തിരുന്നു പുക. പക്ഷെ അവർ കണ്ടിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഒരു 1-1.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ശരി, അന്ന് ചെയ്തതുപോലെ എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴി അല്ലേ, ഒരു മാർഗം എന്ന് പറയുന്നത് അല്ലേ? അതേ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നാമത് സമയം വൈകിയാലോ. അതെ അതെ അതെ, കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലേ ആ ഭാഗത്ത്? ഇപ്പൊ നല്ല വെയിലാണ്, ഒരു കുഴപ്പമില്ല. ശരി, ഓക്കെ. അപ്പം എന്തായാലും അടുത്ത മണിക്കൂറിൽ തന്നെ അതിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അധികൃതർ അത് കൃത്യമായ ആ ഭാഗത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അലി, അവിടെ തുടരുക. സുജിത്ത് കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സുജിത്ത്, നമ്മളിപ്പോൾ കേട്ടതുപോലെ അവിടെ ഈ 8 അംഗ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. സൂചിപ്പാറയുടെ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്താണ് അവർ എത്തിയിട്ടുള്ളത്. അവിടെ 4 മൃതദേഹങ്ങൾ എന്നാണ് അവർ പറയുന്നത്. 2 മൃതദേഹം പൂർണ്ണമായ രീതിയിൽ തന്നെ ഉണ്ട്, മറ്റു ശരീരഭാഗങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടെത്തിയിട്ടും അവിടുന്ന് മാറ്റാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു പ്രതിസന്ധി. അപ്പോൾ എയർലിഫ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് പോംവഴി എന്ന് പറയുന്നു. അവരുടെ കയ്യിൽ മറ്റ് സൗകര്യങ്ങളോ ഉപകരണങ്ങളോ ഇല്ല, PP കിറ്റ് പോലും ഇല്ല എന്നുകൂടി ഇപ്പോൾ അലി എന്ന് പറയുന്ന ആ സംഘാംഗം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥനെ ഇക്കാര്യം അറിയിച്ചു, പക്ഷെ 1 മണിക്കൂറായി 1.5 മണിക്കൂറായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്താണ് ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകാനുള്ള കാരണം? അതിന്റെ സാഹചര്യം എന്താണെന്ന് അറിയില്ല. കാരണം ഇത് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള പ്രദേശമാണിത്. സൂചിപ്പാറയിൽ നിന്നും കാന്തൻപാറയിൽ നിന്നും എത്തുന്ന വെള്ളം സംഗമിച്ച് താഴേക്ക് ഒഴുകുന്ന ചാലിയാറിന്റെ ഭാഗമായുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹങ്ങൾ 4 എണ്ണമാണ്. 3 മൃതദേഹം അത് നമുക്ക് വ്യക്തമായ രീതിയിൽ കാണാൻ കഴിയും. മറ്റേത് ഒരെണ്ണം ശരീരഭാഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിന്റെ ചിത്രങ്ങൾ ഞാൻ കണ്ടതാണ്. ആ ചിത്രങ്ങൾ തന്നെ എത്രമാത്രം, അതായത് ഈ മരത്തോട് ചേർന്നും ഒപ്പം തന്നെ മരങ്ങൾക്കിടയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലുമൊക്കെയാണ് ആ മൃതദേഹങ്ങൾ കിടക്കുന്നത്. അത് സമയബന്ധിതമായി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം 10 മണിക്ക് റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിഷയം. ഈ സംഘം പോയിട്ടുള്ളത്, ഈ 8 അംഗ സംഘം പോയിട്ടുള്ളത് വാളത്തൂർ മേഖലയിലൂടെയാണ്. അലി, ഷാനവാസ്, രാഹുല്, മുബഷീർ, മുഹമ്മദ് അങ്ങനെ ഉൾപ്പെട്ട ആ ഒരു ടീമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. 8 അംഗ സംഘമാണ് ഒരു ഭാഗത്തുള്ളത്. ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും വിവിധ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയാണ്. അതായത് പ്രധാനമായും ഇവിടെ നിന്ന് പോകുന്ന ഈ ചൂരൽമല പുഴയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതുവരെ സജീവമായ തെരച്ചിൽ നടന്നിട്ടുള്ളത്. ഇതുവരെ കനത്ത വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറുഭാഗത്തേക്ക് കടക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. അത് റോപ്പെല്ലാം വെച്ചുകൊണ്ടുള്ള കെട്ടിക്കൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു. അത് പൂർണ്ണമായും ദൗത്യ സംഘാംഗങ്ങളെ അപ്പുറത്തേക്ക് അയക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഇന്നാണ് വളരെ സജീവമായ രീതിയിൽ തന്നെ തെരച്ചിൽ മുന്നോട്ട് പോയത്. അതിൽ രക്ഷാപ്രവർത്തക ഇത്തരത്തിലുള്ള തെരച്ചിൽ സംഘത്തിൽ ഈ പ്രദേശവാസികൾ ഉൾപ്പെട്ട സംഘം, സന്നദ്ധ സംഘടനകളുടെ അംഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തന്ന വിവരമനുസരിച്ച് 8 പേരാണുള്ളത്. ഉദ്യോഗസ്ഥർ താഴെ തടങ്ങളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ 4 മൃതദേഹങ്ങൾ താഴെ ഭാഗത്ത്, സൂചിപ്പാറയ്ക്ക് താഴെയുള്ള കാന്തംപാറയും സൂചിപ്പാറയും ചേരുന്ന ആ വെള്ളം എത്തുന്ന ആ പ്രദേശത്ത് കാണപ്പെട്ടത്. അത് വിവിധ മേഖലകളിലായി ചിതറിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. മൃതദേഹങ്ങൾ ഒരിക്കലും അത്രമാത്രം ജീർണിച്ച ഒരവസ്ഥയുണ്ട്. PPE കിറ്റ് ഇല്ലാതെ അത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ബാഗും, മൃതദേഹം മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ആ ബാഗും അനിവാര്യമാണ്. പക്ഷേ അത് അവിടെ കൃത്യമായ രീതിയിൽ ലഭ്യമായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. മാത്രമല്ല എയർലിഫ്റ്റിംഗ് നടത്താതെ അത് ഏറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. അത് എയർലിഫ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ് ഏക പോംവഴി. അതിലേക്ക് വേഗത്തിൽ തന്നെ കടക്കണമെന്നുള്ള ആവശ്യമാണ് ഈ തെരച്ചിൽ നടത്തിയ സംഘാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പ്രജിൻ, സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാരായ വിദഗ്ധരായ 8 അംഗ സംഘം സൂചിപ്പാറയിൽ നിന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അവരെ ആ ബോഡി അവിടെ നിന്നും മാറ്റാൻ കഴിയുന്നില്ല, അത് എയർലിഫ്റ്റ് ചെയ്യേണ്ടത് തന്നെ ആവശ്യമാണ് എന്നാണ് ആ സംഘാംഗങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.